ബന്ധപ്പെട്ടിട്ടെ ഗ്രാറ്റുവിറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസാ വന്നിട്ടുള്ളത്? അതായത് നമ്മളൊരു ഗ്രാറ്റുവിറ്റി കിട്ടാനായിട്ട് സാധാരണ മുമ്പത്തെ ഒരു ഇത് പ്രകാരം 5 വർഷമൊക്കെ നമ്മൾ കാത്തിരിക്കണം. ഇനി 1 വർഷമൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള സാധ്യതകളുണ്ടോ ഇനി? തീർച്ചയായും ഉണ്ട്. പുതിയ ലേബർ കോഡ് പ്രകാരം ഗ്രാറ്റുവിറ്റി കിട്ടാൻ 5 വർഷം കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ ചില കാറ്റഗറി ഓഫ് വർക്കേഴ്സ്, അതായത് ചില ക്ലാസ് ഓഫ് എംപ്ലോയീസ് കാത്തിരിക്കണം. അതേസമയം പുതിയ ലേബർ കോഡിൽ വന്നിട്ടുള്ള വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ്. മറ്റത് നമ്മളൊരു പെർമനന്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ ലേബർ കോഡ് പ്രകാരം ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റും കൂടി നമ്മളുടെ നിയമത്തിന്റെ പരിരക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫിക്സ്ഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ 3 വർഷത്തേക്ക് മാത്രമുള്ള ഒരു കരാർ അടിസ്ഥാനത്തിൽ ഒരാളെ ജോലിക്ക് എടുക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഫിക്സ്ഡ് ടൈം എംപ്ലോയ്മെന്റിലേക്ക് ഫിക്സ്ഡ് ടൈം എംപ്ലോയ്മെന്റിലേക്കാണ് അയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് 1 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്താൽ അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി ലഭിക്കാനായിട്ടുള്ള അർഹതയുണ്ട്. അതേസമയം പെർമനന്റ് എംപ്ലോയ്മെന്റിലാണ് നിങ്ങളുടെ തൊഴിലാളി ഉടമയായിട്ടുള്ള കോൺട്രാക്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും 5 വർഷം വരെ കാത്തിരിക്കണം. 5 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റിയുടെ എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഫിക്സഡ് ടൈം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിലാണോ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റിലാണെങ്കിൽ 1 വർഷം മിനിമം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. അതേസമയം നിങ്ങൾ പെർമനന്റ് എംപ്ലോയി ആയിട്ടാണ് നിങ്ങളെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും 5 വർഷം വരെ കാത്തിരിക്കേണ്ട ബാധ്യതയുണ്ട്. ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്നതൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ടർക്ക് ഒരു പ്രൊജക്ട് വർക്ക് കിട്ടി. അത് ഏകദേശം ഒരു 3 കൊല്ലം കൊണ്ട് ആ പ്രൊജക്ട് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഇനി പ്രൊജക്ട് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഒരു എംപ്ലോയീസിനെ ഒരു 50 എംപ്ലോയീസിനെ തൊഴിലാളികളെ അദ്ദേഹം ജോലിക്ക് എടുക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോൾ 5 വർഷം വരെ അയാൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമപ്രകാരം ഈ എംപ്ലോയിക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും കിട്ടില്ല. കാരണം അദ്ദേഹം 5 കൊല്ലം കഴിയുന്നതിന് മുമ്പേ ഇവര് ഈ തൊഴിലിൽ നിന്ന് പിരിഞ്ഞു പോകും. പക്ഷെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് കൊണ്ടുവരുമ്പോൾ ഈ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ 3 വർഷം വരെയുള്ള ഒരു കോൺട്രാക്ട് ആയിട്ട് അതിനെ പരിഗണിക്കുകയും ഇത് എംപ്ലോയർ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ വരുമ്പോൾ 1 കൊല്ലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്രാറ്റുവിറ്റി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 3 വർഷം കൊണ്ട് ഉള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഈ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ളത്. 1.5 കൊല്ലം കഴിഞ്ഞാൽ ഈ എംപ്ലോയി റിസൈൻ ചെയ്ത് പോവുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾക്ക് 1.5 കൊല്ലത്തെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ആ സമയം നേരത്തെ ഉള്ള നിയമം അനുസരിച്ച് 5 കൊല്ലം വരെ ആര് പിരിഞ്ഞു പോയാലും